ഹായ്. വൈദ്യുതി ബില്ലിൽ 35% വരെ ലാഭം വേണോ? ഇന്നലെ ഇട്ട ഒരു പോസ്റ്റാണിത്. 35% വൈദ്യുതി ലാഭിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ടൈം അനുസരിച്ച് ഫെബ്രുവരി 1 മുതൽ ചാർജ് ഈടാക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിപ്പോ സ്മാർട്ട് മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ? നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്റെ വീട്ടിലെ 2 വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ഒരു മീറ്ററാണിത്. ഇത് സ്മാർട്ട് മീറ്റർ ആണോ എന്ന് എനിക്കറിയില്ല. സത്യം ഇതുപോലത്തെ മീറ്റർ ആണ് നിങ്ങളുടെ അടുത്തെങ്കിൽ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇതിന്റെ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദാ ഇവിടെ എത്തുമ്പോൾ കണ്ടില്ലേ, T1, T2, T3, അതായത് 3 ടൈം സോൺ ആണ് ഇവിടെ കണ്ടത്. ഈ 3 ടൈം സോൺ പ്രകാരം എത്ര യൂണിറ്റ് ഉപയോഗിച്ചെന്ന് കൃത്യമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സെറ്റിംഗ്സ് ഇങ്ങനെയുള്ള മീറ്ററുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള മീറ്റർ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നില്ലെങ്കിൽ ടൈം സോൺ അനുസരിച്ചല്ലായിരിക്കും ചാർജ് ഈടാക്കുന്നത്. എന്നാൽ കാണുന്നുണ്ടെങ്കിൽ ടൈം സോൺ അനുസരിച്ച് ടൈം സോൺ 1 രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയും, ടൈം സോൺ 2 വൈകുന്നേരം 6 മുതൽ 10 വരെയും, ടൈം സോൺ 3 രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെയുമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.